ഡിസ്കഷൻ നടത്തുന്നത് ജീഷ C.Haran എന്ന ഡോക്ടറുമായിട്ടാണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം ഡോക്ടർ, ആദ്യമായിട്ട് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മൾ കൊറോണ ലോകം മുഴുവൻ വിഴുങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ വർഷവും പുതിയ പുതിയ ഒരുപാട് ഡോക്ടേഴ്സ് വരുന്നു, പുതിയ പുതിയ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് വരുന്നു, ഒരുപാട് മെഡിക്കൽ എയ്ഡുകൾ വരുന്നു. പക്ഷെ എങ്കിലും ഒരു കാണാൻ കഴിയാത്തൊരു വൈറസിന്റെ മുമ്പിൽ ലോകം മുഴുവൻ ഇങ്ങനെ ഭീതിതമായി, അതും മോർ ദാൻ 10 months ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടർ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്? അത് ഒരു പ്രകൃതിയുടെ ഒരു വികൃതിയായിട്ട് മാത്രമേ നമുക്ക് കാണാനൊക്കത്തുള്ളൂ. ഇപ്പം മോഡേൺ സയൻസ് എത്രയൊക്കെ പോയി കഴിഞ്ഞാലും വൈറസ് എന്ന് പറയുന്ന ഒരു വളരെ ഏറ്റവും ചെറിയ ജീവിയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് വായുവിൽ കൂടെ പകരുന്നതായതുകൊണ്ട് നിയന്ത്രിക്കാനുള്ള പ്രയാസങ്ങൾ വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര വേഗം തന്നെ അത് പകർന്നത്. നമുക്ക് പല കാര്യങ്ങൾ അറിയാമെങ്കിൽ പോലും മനുഷ്യൻ്റെ സ്വഭാവമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് വന്നത്. ഇപ്പോൾ നമ്മളെ തിരുവനന്തപുരത്തെ അടുത്ത പൂവാറാണ് പെട്ടെന്ന് വളരെ പെട്ടെന്ന് കൂടിയത്. അത് മാർക്കറ്റിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയപ്പോഴാണ് അത് പടർന്നത്. അപ്പോൾ നമ്മൾ പകരുന്നത് അടുത്തിടപഴകുന്നത് കൊണ്ടും മാസ്ക് ഇല്ലാത്തത് കൊണ്ടാണെന്നുള്ള വിവരം നമുക്ക് വ്യക്തമായിട്ടുണ്ടെങ്കിലും അതാരും ചെയ്യുന്നില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിലെ എല്ലാ മറ്റ് ഭാഗങ്ങളെക്കാളും കൂടുതൽ പകരുന്നത് കേരളത്തിലാണ്. മരണനിരക്കം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ കൂടുതലാണ്. അപ്പോൾ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ അറിവുണ്ടെങ്കിലും അതനുസരിച്ച് നമ്മൾ പ്രാവർത്തികമാക്കുന്നില്ല. സാറ് പ്രകൃതിയുടെ വികൃതി എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മള് ഇത്രയും ഇപ്പൊ ആധുനിക മനുഷ്യന്റെ ഏറ്റവും വലിയ അഹങ്കാരം തന്നെ അവൻ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കഴിഞ്ഞു. മറ്റേത് സ്പീഷീസിനേക്കാളും ഏറ്റവും കൂടുതൽ ഓതന്റിക് ആയിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ മനുഷ്യ സമൂഹമാണെന്ന് അവർ പറയുന്നു. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴും നമ്മുടെ ചുറ്റാലുള്ള മറ്റൊരു ചരാചരങ്ങളെയും ഇത് ബാധിക്കുന്നില്ല. സാർ പറഞ്ഞു പ്രകൃതി എന്ന് പറയുന്നൊരു സംഭവം. ആധുനിക മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് മാറിപ്പോകുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രകൃതിയുടേതായ ഒരു ഇന്റർഫിയറൻസ് ആയിട്ട് സാർ ഇതിനെ നോക്കി കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് തന്നെയാണ് കാര്യം. അല്ല, പ്രകൃതിയുടെ നമ്മൾ കാണിക്കുന്ന ദ്രോഹങ്ങൾക്ക് തിരിച്ചടിയായിട്ട് വരുന്നത് തന്നെയാണിത്. അത് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം സാധാരണ വാക്സിനേഷൻ കൊണ്ട് എല്ലാ തരത്തിലുള്ള രോഗങ്ങളെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മരുന്നാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിൽ ഇപ്പോഴുണ്ട്. വളരെയേറെ അഭ്യസ്തവിദ്യരെന്ന് പറയുന്നെങ്കിലും ഈ മോഡേൺ മെഡിസിനെ, സോക്കോൾഡ് മോഡേൺ മെഡിസിന്റെ അപ്പുറത്തേക്ക് മറ്റൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവർ ഇതിനെങ്ങനെയായിരിക്കും അവരുടെ ഒരു സമീപനത്തെ കുറിച്ച് സാറിന്റെ അഭിപ്രായം? ഇപ്പം വാക്സിൻ വന്നതെല്ലാം നമ്മൾ നോക്കിയിട്ടും 100% എഫക്റ്റീവായിട്ടൊരു വാക്സിന് വന്നിട്ടില്ല. 90%, 70%, 60% ഇങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ചിലത് 2 വാക്സിൻ എടുത്ത് 28 ദിവസം അല്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞതിന് ശേഷം ഫുൾ എഫക്റ്റീവ് ആകുമെന്നും പറയുന്നുണ്ട്. അപ്പം ആ ഒരു വിധത്തിൽ എടുക്കുമ്പോഴത്തേക്കും വാക്സിൻ കൊണ്ട് ഇത് പൂർണ്ണമായിട്ടുള്ള ഒരു കൺട്രോൾ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സമയമെടുക്കും. അതായത് നമുക്ക് എല്ലാ പോപ്പുലേഷൻ മുഴുവൻ ഏതായാലും നമ്മൾ 100 കോടി ജനങ്ങൾക്ക് വാക്സിൻ കൊടുക്കാൻ ഇപ്പോൾ 1 കോടി താഴെ ആൾക്കാർക്കാണ് കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രമാത്രം പ്രയാസമുണ്ട്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആരോഗ്യ പ്രവർത്തകർക്കാണ് കൊടുക്കാൻ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പാരാമെഡിക്കൽ പോലീസുകാർ, സൈനികർ, അങ്ങനെയുള്ളവർക്കാരാണ് പ്രൊഫഷൻസ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ അതിനെ പ്രാധാന്യം കാണിക്കണമെന്ന് വെച്ചാൽ രോഗം വന്നാൽ മരിക്കാൻ സാധ്യതയുള്ള ആൾക്കാരാണ് കൂടുതലും. അത് നമ്മൾ ജനറലായിട്ട് 60 വയസ്സിന് മേളുള്ളവർ അല്ലെങ്കിൽ 10 വയസ്സിന് താഴെയുള്ളവരായിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ 60 വയസ്സിന് മേളുള്ളവരിലും വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലാണ് അവർക്ക് പ്രാധാന്യം കൂടുതൽ വരുന്നത്. ആ പ്രായത്തിൽ വേറെ അസുഖങ്ങളൊന്നുമില്ല, നോർമലായിട്ടുള്ളതാണെങ്കിൽ അവരും സാധാരണ വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ സുഖപ്പെടുന്നുണ്ട്. അതുപോലെ യങ്സ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാലും യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖങ്ങളുള്ളവർ, കിഡ്നി ഡിസീസ്, ലിവർ ഡിസീസ് അല്ലെങ്കിൽ വേറെ ആസ്മാറ്റിക് അങ്ങനെയുള്ള ആൾക്കാരിലാണ് ഇതിൻ്റെ പ്രോബ്ലം വരുന്നത്. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് വാക്സിന് ഇങ്ങനെ അസുഖങ്ങളുള്ളവരാണ്. വന്നു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് കൂടുതൽ വരാൻ സാധ്യതയുള്ള ആൾക്കാർ വെച്ചിട്ട് വേണം നമ്മൾ പ്രിയോറിറ്റി കൊടുക്കാൻ. അല്ലാണ്ട് എല്ലാ ഡോക്ടേഴ്സിനും കൊടുക്കുന്നത് അവർക്ക് എക്സ്പോഷറുണ്ട്, ബാക്കി കാര്യങ്ങൾ എക്സ്പോഷർ ശരിക്കും പറഞ്ഞാൽ ഈ മേജർ ഹോസ്പിറ്റൽ കോവിഡ് ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നിടത്ത് മാത്രമേ ആ ഒരു എക്സ്പോഷർ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ പോലെ തന്നെ ഡോക്ടറുടെ എക്സ്പോഷർ സാറേ. അപ്പോൾ ഹോസ്പിറ്റലിൽ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും പിന്നെ ഡോക്ടർമാർക്ക് ഒരു പ്രിഫറൻസ് കൊടുക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമുണ്ട്. ഇപ്പോൾ പറഞ്ഞാൽ ബാക്കി സമൂഹത്തിനുള്ളതിനേക്കാളും മരണനിരക്ക് ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ കൂടുതലാണ്. സമൂഹത്തിൽ 2% താഴെയാണെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അത് 8%. അതുപോലെ തന്നെ വേറൊരു കണക്ക് വെച്ചാൽ സമൂഹത്തിൽ ആവറേജ് ഏജ് ഓഫ് ഡെത്ത് പറയുന്നത് എബോവ് 60 ആണെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അത് 50-അടുത്താണ്. അപ്പോൾ ഡോക്ടേഴ്സ് പൊതുവേ അനാരോഗ്യമുള്ളവരാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അവരുടെ ജീവിത രീതികൾ പൂർണ്ണമായിട്ടും ആരോഗ്യതരത്തിലുള്ളതാണോ എന്നുള്ളൊരു ചോദ്യചിഹ്നം അവിടെ വരുന്നുണ്ട്. സാർ, അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് മരണമാണ്. സാർ ഈ പറഞ്ഞ മരണത്തിന്റെ റേറ്റുകളും എല്ലാം പറഞ്ഞു. പക്ഷേ ഈ എല്ലാ കാര്യങ്ങളിലും മനുഷ്യൻ മരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ മരണഭീതി എന്ന് പറയുന്ന ഒരു
കാര്യം നമ്മളിപ്പോൾ ഒരു ആധുനിക കാലത്താണ് കാണുന്നത്. പക്ഷെ നമ്മുടെ പഴയ ശാസ്ത്രങ്ങളിൽ പറയുന്നത് നമ്മളൊരു ആൾ കുറേ നാൾ ജീവിച്ചിട്ട് അയാളുടെ കർമ്മങ്ങളെല്ലാം ചെയ്തതിനു ശേഷം ആശ്രമധർമ്മമൊക്കെ പറയുന്ന പോലെ ഏറ്റവും ഒടുവിൽ അയാൾ സ്വച്ഛന്തമായിട്ട് മരിക്കുന്നു, അല്ലെങ്കിൽ സ്വാഭാവികമായ മരണത്തിലേക്ക് പോകുന്നു. അപ്പം മരണത്തിന് ഭയപ്പെടേണ്ട ഒരു വസ്തുതയായിട്ട് വരുന്നില്ല. പക്ഷേ ഈ ആധുനിക ശാസ്ത്രം എപ്രകാരത്തിലാണ് ഈ മരണഭീതി മനുഷ്യന്റെ ഉള്ളിലേക്ക് വെക്കുന്നത്? അപ്പൊ ഈ മരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വെറുതെ നടക്കുന്ന ഒന്നാണോ? അതിന് വേറെ എന്തെങ്കിലും തരത്തിലുള്ള റീസൺസ് ഉണ്ടോ? എന്താണ് സാറിന്റെ ഒരു ഒപ്പീനിയൻ അതിനെ കുറിച്ച്? അല്ല, അത് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത് പോലെ നമ്മുടെ ഉടുപ്പ് മാറുന്ന പോലെ ശരീരം എടുക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു പറയുന്ന കാര്യത്തിൽ വിശ്വസിക്കുക. ഇപ്പം ബിലീവ് ഇറ്റ് ഓർ നോട്ട് എന്ന് ചോദിച്ച കണക്ക് അത് ഉണ്ട്. ഇല്ല, നമ്മൾ വിശ്വസിച്ചാലും ഇല്ലല്ലോ. അത് ജനനം ഉണ്ടെങ്കിൽ മരണമുണ്ട്, മരണം ഉണ്ടെങ്കിൽ ജനനമുണ്ട്. സാർ പറയുന്നത് റീബർത്തുകളെ കുറിച്ചും റീഇൻകാർണേഷനെ കുറിച്ചും തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അതിനകത്ത് സംശയമൊന്നുമില്ല. കാരണം വെച്ചാൽ അതിനകത്ത് നമുക്കിപ്പം മോഡേൺ മെഡിസിൻ, പ്രത്യേകിച്ച് ഞാൻ പലരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരാരും ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും അമേരിക്കയിലെ ഡോക്ടർ ബ്രാൻ വൈസ് 8 ബുക്ക് 9 ബുക്ക് ഇതിനെ ഓൾറെഡി തന്നെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിനെ പറ്റി അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ വെച്ചിട്ട്. അദ്ദേഹത്തിന് വളരെ ആക്സിഡൻ്റലായിട്ടാണ് അങ്ങനെ ഒരു സംഭവത്തിലോട്ട് ചിന്ത വന്നെങ്കിലും അത് പേഴ്സ്യൂ ചെയ്തു. വീട്ടിലുള്ളവരത് പറഞ്ഞാൽ ശുദ്ധ അസംഭവമാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി പഠിക്കുന്നില്ല. ആ പഠിക്കേണ്ടത് എന്നെപ്പറ്റി, എന്തിനെ പറ്റിയാണ് പഠിക്കേണ്ടതിനെ പറ്റി ഒരു ധാരണ തന്നെ ഇവിടെ ഇപ്പോഴത്തെ മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സ് തള്ളിക്കളയാണ്. ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്വേഷിക്കുന്നില്ല. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി അന്വേഷിക്കാം. അതെന്താണെന്ന് നമ്മൾ അന്വേഷിച്ചാലേ കണ്ടെത്തും. ഇപ്പോൾ കർത്താവ് പറയുന്നത് എന്താണ്? അന്വേഷിച്ചാലേ കണ്ടെത്തത്തുള്ളൂ. അന്വേഷിക്കാതിരുന്ന് എങ്ങനെ കണ്ടെത്തും? അതാണ് ഇപ്പോഴത്തെ മെഡിക്കൽ പ്രൊഫഷൻ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം. അതാണ് ഈ കുതിരയ്ക്ക് കണ്ണിൽ കെട്ടുന്നത് പോലെ ആ കെട്ടി വെച്ചിരിക്കുന്നത് മാത്രമേ കാണാവൂ എന്ന് പറയുന്നത് ശരിയല്ല. ബാക്കിയൊന്നും കാണരുത് എന്ന് പറയുന്നത് തെറ്റാണ്. ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞു. അപ്പോൾ ഹോമിയോ മെഡിസിൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റിയാണ്. അത് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യയിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ. ആ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ നടത്താൻ പാടില്ല എന്ന് പറയാൻ ഇവർക്ക് എന്താ അവകാശം? അന്ന് മാത്രമല്ല, ഹോമിയോക്കാർ വ്യക്തമായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സ്റ്റഡീസ് ചെയ്യണമെങ്കിൽ സ്റ്റഡീസ് ചെയ്യാം. അതിൻ്റെ പ്രിവെൻറ്റീവ് മെഡിസിന് കഴിവുണ്ടല്ലോ നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാം. അതും അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ എന്താ നിങ്ങൾ സെർച്ച് ചെയ്യുന്നത്? അല്ലേ, ഇപ്പോൾ ബെനിഫിറ്റ് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ WHO പണ്ടേ പറയുന്നുള്ള ഒരു ഇൻറ്റഗ്രേഷൻ, ഈ മിക്സോപ്പതി എന്നുള്ള പേര് കളഞ്ഞിട്ട് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ പലതിലും നമുക്ക് അവിടുത്തെ ഗുണമുണ്ടെന്നുള്ളത് നമ്മൾ അന്വേഷിച്ചാലേ അറിയത്തുള്ളൂ. അതിനെപ്പറ്റി ഞങ്ങൾ ചിന്തിക്കത്തില്ല എന്ന് പറയുന്നത് എന്താ അർത്ഥം? ഇപ്പോൾ പഴയ സാഹിബ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നു പറയുന്നത് എന്താ അർത്ഥം? നമ്മൾ ഇന്ത്യയിൽ ജനിച്ചവരാണ്. ഇന്ത്യയിലെ പല അറിവുകളും നമുക്ക് നഷ്ടപ്പെടുന്നു ഇതൊരു കാരണം കൊണ്ട്. നമ്മുടെ ഈ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ സോക്കോളുടെ യുക്തിവാദികൾ തന്നെ വിളിക്കുന്ന ആഭാസം എന്നാണ്. അതായത് ആർഷഭാരത സംസ്കാരം. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയുക, വളരെ കണ്ടംസ്യൂസ് ആയുള്ള ടേം ഉപയോഗിച്ചിട്ടാണ് അവർ. എനിക്ക് വ്യക്തമായിട്ടുള്ള മറുപടി എന്ന് വെച്ചാൽ മോഡേൺ സയൻസ് എന്ന് പറയുന്നത് പ്യൂർലി മെറ്റീരിയൽ ലെവലാണ്. മാനിഫെസ്റ്റഡ് വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. ട്രഡീഷണൽ ഇന്ത്യൻ നോളജ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ്. അല്ലേ, നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം, നിങ്ങളുടെ ബിഹേവിയർ എങ്ങനെ നിയന്ത്രിക്കാം, നിങ്ങൾ എങ്ങനെ ചിന്തിച്ചാൽ എന്ന വിധത്തിൽ വരും, ഓരോരുത്തരെയും നിങ്ങൾ ഏത് വിധത്തിൽ നിങ്ങളുടെ സ്വഭാവം ബാക്കിയെടുക്കാം. അല്ലേ, അതല്ല നമ്മളിപ്പോൾ മഹാഭാരത് കഴിഞ്ഞാലും കഴിഞ്ഞാലും ഓരോരുത്തരും ഓരോ വിധത്തിൽ ബിഹേവ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഇമ്പാക്റ്റ് എന്താ? അല്ലേ, അപ്പം എന്തുകൊണ്ട് നമ്മൾ ഏത് വിധത്തിൽ ജീവിക്കണം, ഏത് വിധത്തിൽ കഴിയണം എന്ന് പറയുന്നതാണ് അതിനകത്ത് വരുന്നത്. അപ്പം മനസ്സിനെ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡീപ്പായിട്ടുള്ള മെഡിറ്റേറ്റീവ് പ്രോസസ്സ് ഇപ്പം സദ്ഗുരു പറയുന്ന പോലെ ഇൻവേർട്ട്. സയൻസ് ഈസ് ഔട്ട്വേർഡ്. ആ ഇന്നർ സയൻസ് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മളെ സ്പിരിച്വാലിറ്റിയും ബാക്കി കാര്യങ്ങൾ. അത് പോയി കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഈസ് വെരി വെരി ഹൈ. ഇപ്പോൾ സദ്ഗുരു ഇങ്ങനെ നടന്ന ഒരാൾ പെട്ടെന്ന് ഇത്രയും എങ്ങനെ വലുതായി? മാതാമരാന്തി 4ാം ക്ലാസ്സും നമ്മൾ സാധാരണ മലയാള ഭാഷ 4ാം ക്ലാസ്സും കുസ്തിയെന്ന് നമുക്ക് പറയാം, വേറൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് അബ്ദുൽ കലാം സാർ പോലും ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ദാറ്റ് ഇസ് ഓൺലി ബിക്കോസ് അവരുടെ ഇന്നർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അവർ കണ്ടെത്തി. അല്ല അവർക്ക് സ്വാത്യം അങ്ങനെ കിട്ടിയെന്നുള്ളത് നമുക്ക് ചോദിച്ചാൽ നമുക്ക് മറുപടിയില്ല. അതൊക്കെ ആ സ്പിരിച്വൽ കോൺസെപ്റ്റിന്റെ കർമ്മഫലങ്ങളായിട്ട് വരുന്നതാണ്. പക്ഷേ ഈ സ്പിരിറ്റ് എന്ന് പറയുന്ന സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എനർജി, പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് വെറും ബ്ലണ്ടറാണ്, ഇത് ആർക്കും മുമ്പിൽ തെളിയിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ, അതായത് ആ ഒരു കോൺസെപ്റ്റിലാണ് ഇപ്പം സദ്ഗുരു പറയുന്ന പോലെ നിങ്ങൾ ഈ ശരീരം ഒരു മെക്കാനിസമാണ്. നമ്മളൊരു കാർ വാങ്ങിച്ചാൽ അതിൻ്റെ കൂടെ ഒരു മെയിൻ്റനൻസ് മാനുവൽ തരും. എന്താല്ലേ, അതിനകത്ത് പെട്രോൾ ഒഴിക്കാം അല്ലെങ്കിൽ മറ്റേ ഡീസൽ ഒഴിക്കാവും. ഈ ഹ്യൂമൻ സ്റ്റഡിയുടെ മാനുവൽ നിങ്ങളുടെ കയ്യിലുണ്ടോ? അതാണ് സദ്ഗുരു ചോദിക്കുന്നത്. അപ്പോൾ ആ മാനുവൽ എന്ന് പറയുന്നത് നിങ്ങൾ അറിയണം, എങ്കിലേ നിങ്ങൾക്ക് അത് ഈ ശരീരം എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയത്തുള്ളൂ. നിങ്ങൾ ഇതിനകത്ത് ശരിക്കുള്ള ആഹാരം തന്നെ നിങ്ങൾ കഴിക്കുന്നത്, അതൊക്കെ എത്ര പേർക്കറിയാം? നിങ്ങൾ വേണ്ടാത്തതെല്ലാം കഴിക്കുന്നുണ്ട്, അസുഖങ്ങൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ ഇതിൽ വെച്ച് എനിക്കൊരു പേടി നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സാനിറ്റൈസർ വളരെ ഇതായിട്ട് ഉപയോഗിക്കുന്നു, അഗ്രസീവായിട്ട് ഉപയോഗിക്കുന്നു. അത് ഇന്നാൾ ഞാൻ അവരുടെ ഇതെണ്ണം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഹോട്ടലിൽ ചെന്നപ്പോഴത്തേക്കും ഹോട്ടലിൽ ആഹാരം കഴിക്കുന്നവരുടെ കയ്യിൽ സാനിറ്റൈസർ ഒഴിച്ചു കൊടുക്കുന്നു, അവർ തടയ്ക്കുന്നു. ഈ സാനിറ്റൈസർ നമുക്കറിയാം, ഇവിടെ കേരളത്തിൽ തന്നെ 1-2 പേര് സാനിറ്റൈസർ ആൽക്കഹോൾ എന്ന് പറഞ്ഞെടുത്ത് കഴിച്ച്, ആൽക്കഹോൾ ഉണ്ടെന്ന് പറഞ്ഞ് കഴിച്ചിട്ട് മരിച്ചു. അപ്പോൾ അതിനകത്ത് ആൽക്കഹോൾ അല്ലാതെ മനുഷ്യന് ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ അതിനകത്തുണ്ട് അല്ലേ? അപ്പോൾ അത് ഈ കയ്യിൽ റിപ്പീറ്റായിട്ട് നമ്മൾ കൈ കഴുകാതെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഈ ടോക്സിൻസ് അകത്ത് പോകും. അകത്ത് പോയിട്ട് അത് സ്ലോ ഡോസസ് ആയതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ അത് കരളിനെയും കിഡ്നിയും ബാക്കി ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യാം. ചിലത് കാർസിനോസ് ആണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ പീരീഡ് കഴിഞ്ഞിട്ടൊരു 10-15 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ അസുഖങ്ങളെല്ലാം കൂടാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ ഓരോന്നും പറയുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ സാനിറ്റൈസർ സായിപ്പ് പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ എടുത്തിട്ട് ചെയ്തു. പക്ഷേ സാനിറ്റൈസർ ഉപയോഗിച്ച ഒരാൾ ആഹാരം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും സോപ്പിട്ട് കഴിയണമെന്ന് ആരും പഠിപ്പിക്കുന്നില്ല. അല്ലേ, ഇതൊരു ഭയങ്കര കുഴപ്പമാണ്. ഇതിന്റെ ഓവർ യൂസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിലൊക്കെ സാധാരണ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ മൈക്രോബ്സ് ഉണ്ടാവുമല്ലോ, അതിന്റെ പൂർണ്ണമായിട്ടും പോവുകയും ഇല്ല, അത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടല്ലേ യൂസ് ചെയ്യുന്നില്ല, ഇന്റേണലായിട്ട് പോകുന്നില്ല. കയ്യിൽ മാത്രമല്ല, അത് കൈ നമ്മളെപ്പോഴും കഴുകാല്ലേ, അതുകൊണ്ട് അങ്ങനെ ആ വിധത്തിലുള്ള ഒരു വലിയ പ്രശ്നം വരത്തില്ല. സാനിറ്റൈസർ യൂസ് ചെയ്തതിനു ശേഷം നമ്മൾ സോപ്പ് ഉപയോഗിച്ച് ആഹാരം കഴിക്കുന്നതിന് മുമ്പ്, ആഹാരം കഴിക്കുമ്പോഴാണ് എൻ്റെ പ്രശ്നം വരുന്നത്. ഉള്ളിൽ പോരുത്, ഈ സാധനങ്ങൾ ഉള്ളിലോട്ട് പോകാൻ പറഞ്ഞിട്ടുള്ള സാധനങ്ങളല്ല.